ഹലോ ഫ്രണ്ട്സ്, വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും അതുപോലെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടുമൊക്കെ നടന്ന വളരെ വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തെ പറ്റിയുള്ള വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് വെച്ച് തന്നെ വിവാദത്തിലേർപ്പെട്ട മറ്റൊന്നാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പല പോസ്റ്റുകളും സ്റ്റോറികളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്? ഗാഡ്ഗിൽ റിപ്പോർട്ട് വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയായിരുന്നു, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ പറ്റിയായിരുന്നു. എന്താണ് വെസ്റ്റേൺ ഗട്ട്സ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി കിടക്കുന്ന മലനിരകളുടെ ഒരു കൂട്ടമാണ് വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കേരള, കർണാടക, തമിഴ്നാട് എന്നീ 6 സംസ്ഥാനങ്ങളുടനീളമായാണ് ഈ വെസ്റ്റേൺ ഗട്ട്സ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്മുടെ കാലാവസ്ഥാ മാറ്റങ്ങൾക്കും വ്യതിയാനങ്ങൾക്കും ഒക്കെയുള്ള വളരെ വലിയ പങ്ക് ഈ വെസ്റ്റേൺ ഗട്ട്സ് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 2010 ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രൂപം നൽകിയതാണ് ഗാഡ്ഗിൽ ചെയർമാനായ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പേർട്സ് പാനൽ എന്നായിരുന്നു ഈ കമ്മിറ്റിയുടെ പേര്. അതിന് നേതൃത്വം നൽകിയിരുന്നത് മാധവ് ഗാഡ്ഗിലാണ്. 2010 രൂപം കൊണ്ട ഗാഡ്ഗിൽ കമ്മിറ്റി വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റി പഠിക്കുകയും ഓഗസ്റ്റ് 2011 കേന്ദ്ര സർക്കാരിന് ഇതിന്റെ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. അതാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട്. എന്തായിരുന്നു ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ ചില പ്രധാന നിർദ്ദേശങ്ങൾ? ഈ മലനിരകളെ ആകെ എക്കോ സെൻസിറ്റീവ് സോണുകളായി തരംതിരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിർദ്ദേശം. ഈ സോണുകളിൽ സോൺ 1, 2, 3 എന്നുള്ള തിരിവുകൾ വരുത്താൻ ഗാഡ്ഗിൽ കമ്മിറ്റി നിർദ്ദേശം നൽകി. സോൺ 1 പെടുന്ന പ്രദേശങ്ങളിൽ മൈനിങ് പോലെയുള്ള കാര്യങ്ങൾ അനുവദിക്കരുതെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി നിർദ്ദേശം നൽകി. സോൺ 1 ലും 2 ലും വരുന്ന പ്രദേശങ്ങളിൽ അടുത്ത 8 വർഷത്തിനിടയിൽ, അതായത് 2019 കെമിക്കൽ കീടനാശിനികളുടെ ഉപയോഗം നിർത്തണമെന്നും അടുത്ത 3 വർഷത്തിനിടയിൽ, അതായത് 2014 പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം നിർത്തണമെന്നുമുള്ള നിർദ്ദേശം വെക്കുകയുണ്ടായി. ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന കൽക്കരിധിഷ്ഠിതമായ പവർ പ്ലാന്റുകൾ 2016 സീറോ എമിഷൻ കാറ്റഗറിയിലേക്ക് മാറണമെന്നും പുതിയ പവർ പ്ലാന്റുകൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ലെന്നും നിർദ്ദേശം വെക്കുകയുണ്ടായി. അതുപോലെ എക്കോ സെൻസിറ്റീവ് സോണിൽ പെടുന്ന പ്രദേശങ്ങളിൽ ജനിതക മാറ്റം വരുത്തി വിളകളുടെ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കണമെന്നും അഭിപ്രായപ്പെട്ടു. എക്കോ സെൻസിറ്റീവ് സോൺ 1, 2 പെടുന്ന പ്രദേശങ്ങളിൽ റോഡുകൾ, അണക്കെട്ടുകൾ, ഹിൽ സ്റ്റേഷനുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ നിർമ്മാണമൊന്നും സൃഷ്ടിക്കാൻ പാടില്ലെന്ന അഭിപ്രായവും ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു. ഈ മേഖലകളിൽ വിനോദസഞ്ചാരം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ വിമർശനങ്ങൾ ഇതിനെതിരെ ഉണ്ടായി. ഇത് വികസനത്തിനെതിരാണെന്നും 6 സംസ്ഥാനങ്ങളുടെ എക്കണോമി ഇത് ബാധിക്കുമെന്നുമുള്ള വിമർശനങ്ങളാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ഉയർന്നത്. ഇതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റിയൊരു കുഞ്ഞു ഇൻഫർമേഷൻ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫർമേഷൻസിനായി ചാനൽ ഫോളോ ചെയ്യാം. താങ്ക് യു.